ഇന്നത്തെ വീഡിയോയിലെ ഞാൻ എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂട് ചോറിന് മുകളിൽ പരിപ്പ് കറി ഒഴിച്ച് നെയ്യ് ചേർത്ത് പപ്പടമൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിക്കുന്ന ടേസ്റ്റ് എന്താണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് സദ്യയുടെ ഒരു പ്രത്യേക രുചി എന്നുള്ളതാണ്. ചെറുപയർ എടുത്തിട്ട് നന്നായി കഴുകി എന്നിട്ട് ഇതിനകത്ത് തോരാൻ വെച്ചേ, എന്നിട്ടൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. സാധാരണ നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ഇവിടെ നന്നായിട്ടാണ് പൊടിച്ചത്. ഞാൻ ഈ പൊടിച്ചതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പാറ്റി എന്നുള്ള, കാരണം നിറയെ പൊടിയുണ്ട്, ആ പയറിൻ്റെ തൊലിയുടെ ആ പൊടിയെല്ലാം കൂടെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പാറ്റി. കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചേ. കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു, പയറെല്ലാം ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം തീയെല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ലതായിട്ട് വെന്തിരിക്കുക. കാരണം വളരെ ചെറുതായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് വെന്തിരിക്കുകയായിരുന്നു. ഇനി ഇതിൻ്റെ കൂട്ട് റെഡിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തു, ജീരകം എടുത്തു, വെളുത്തുള്ളി എടുത്തു, ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തു. പയറ് വെന്തിരിക്കുന്ന ആ പ്രഷർ കുക്കറിലേക്ക് ഈ അരപ്പെല്ലാം കൂടി ഒഴിച്ചു. പിന്നെ ഞാനൊന്ന് താളിച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ട്, കാരണം ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുമല്ലോ. പരിപ്പ് കറി മാത്രം പോരായല്ലോ, പപ്പടവും കാച്ചണ്ടേ. അങ്ങനെ ഞാൻ പപ്പടം എല്ലാം കാച്ചി. കുറച്ച് സമയം എടുക്കുമെങ്കിലും എനിക്കത് വളരെ രുചികരമായ ഒരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ഈ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, മിക്സിയൊന്നും ഇല്ലാത്ത കാലങ്ങളല്ലേ. അന്ന് അരകല്ലും തിരികല്ലിലൊക്കെയാണ് ഈ പയർ അലകാക്കിക്കൊണ്ടിരുന്നത്. തെക്കൻ കേരളത്തിൽ സദ്യയിൽ ഒന്നാമതായി വിളമ്പുന്ന കറിയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.